ഹലോ ഗായ്സ്, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചോട്ടെ. കമൺ ലെറ്റ്സ് ഗോ. അപ്പോൾ അതേ എൻ്റെ സ്റ്റഡി ടേബിൾ കാണാത്തവർ എൻ്റെ സ്റ്റഡി ടേബിൾ കണ്ടോ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്നലെ പള്ളിയിൽ നിന്ന് മേടിച്ച സംഭവങ്ങളാണിത്. നമുക്ക് ലബുബുവിൻ്റെ കായ് സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട്. അൺബോക്സ് ചെയ്യാം. കമോൺ. ഇതാണ് നമ്മുടെ കായ് സ്റ്റിക്കർ. അതിനകത്ത് ഇതാണ് സംഭവം. ഇതിൽ 14 ഷീറ്റാണുള്ളത്. 14 ഷീറ്റ് കാണിച്ചു തരാം. ഒരു ടേബിൾ നിറങ്ങി നിൽക്കുന്ന സാധനമുണ്ട്. അപ്പോൾ കണ്ടോ, ഒരു ടേബിളിൽ നിന്ന് അങ്ങേ അറ്റത്ത് തുടങ്ങിയ ഇങ്ങേ അറ്റത്തു നിന്നാണ് തീരുന്നത്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ലബൂബു കായ് സ്റ്റിക്കറാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് അറിയണോ? 80 രൂപയുള്ള നല്ല വർത്താണ്. ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഇതൊക്കെ ഉണ്ട്. 120 ഒക്കെ. അപ്പോൾ നമ്മൾ വേറൊരു സാധനം കാണിച്ചു തരാം. എൻ്റെ ഹെയർ സ്റ്റൈൽ ഉള്ളതാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മാജിക് ഫൈസ്റ്റ് ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരുടെയും കയ്യിലാണ്. നമുക്കിത് എഴുതി നോക്കാം. ഇതിലൊരു റെയിൻബോ ഷെയ്ഡ് തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചത്. ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. എൻ്റെ പേര് മേഘ എന്നാണ്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല, എൻ്റെ ബ്ലോഗിൻ്റെ പേര് മേഘ എന്നാണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കുറച്ചിതായിരിക്കും. സബ്സ്ക്രൈബ്, ലൈക്ക്, സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണേ. നമുക്ക് ഇവിടുന്ന് വായിക്കാൻ പറ്റും. പക്ഷെ ഞാൻ വായിക്കാൻ നോക്കിയപ്പോഴത്തേക്കുമാണ് ഓർത്തത് അവിടെ പുറകിൽ നമ്മൾ ഓണും ഓഫ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഇത് അപ്പോൾ അത് ഓഫാക്കിയിട്ടിരിക്കുകയായിരുന്നു. ഓണാക്കിയിട്ടാലേ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ഡിലീറ്റ് ചെയ്യണത് ഇത് ഓണാക്കിയാലേ പറ്റുള്ളൂ. നമുക്കിങ്ങനെ എഴുതാം. വെറുതെ എഴുതിയാട്ടോ, കുത്തി അടിച്ചിട്ട് നല്ലതാവും. ഓക്കേ, നല്ല വർത്തായിട്ടുള്ള സാധനമാണ്. എൻ്റെ പ്രൈസ് എനിക്കറിയില്ല. ഇന്നലെ ഞങ്ങളുടെ മാട്ടിൻപള്ളി എന്ന് പറഞ്ഞൊരു പട്ടണം, നിങ്ങൾക്ക് സെൻറ്റ് മാർട്ടിൻപള്ളി അറിയാവുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പെരുന്നാളായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ ബൈ.